ഫാസ്റ്റ് ഫിനിഷർക്ക് വേണ്ടത് എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം, ആ ഒരു ശാന്തത, പ്രഷറിൽ പതറാതെ നിൽക്കാനുള്ള കഴിവ്. റിച്ചയുടെ കളി നോക്കൂ, ബോളർ എവിടെ എറിയുമെന്ന് മുൻകൂട്ടി കണ്ട് അതിനനുസരിച്ച് ഷോട്ട് തിരഞ്ഞെടുക്കുന്നു. 2-3 ഓവർ മതി റിച്ചയ്ക്ക് കളിയുടെ ഗതി മാറ്റാൻ. ഇത് വെറുതെ കയറി അടിക്കുന്നതല്ല, ഇതിന് പിന്നിലൊരു കൃത്യമായ പ്ലാനിംഗ് ഉണ്ട്. ഓക്കെ, നമുക്ക് ആ മാച്ചിലേക്ക് തന്നെ തിരിച്ചു വരാം. റിച്ച ക്രീസിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു? ആ ഒരു മൊമെന്റമാണ് കളി മൊത്തത്തിൽ മാറ്റിയത്. ആ സീൻ ഒന്ന് ഓർത്തു നോക്കിക്കേ. ടോപ്പ് ഓർഡർ ബാറ്റർമാരെല്ലാം ഔട്ടായി, ജയിക്കാൻ വേണ്ട റൺ റേറ്റ് റോക്കറ്റ് പോലെ മുകളിലേക്ക് പോകുന്നു. കളി കയ്യിൽ നിന്ന് പോയി എന്ന് എല്ലാവരും ഉറപ്പിച്ച നിമിഷം ശ്രീലങ്കൻ ബൗളർമാർക്ക് പൂർണ്ണ നിയന്ത്രണം. ഈ മാറ്റം നോക്കൂ. റിച്ച വരുന്നതിന് മുൻപ് ബൗണ്ടറികൾ വരാൻ നമ്മൾ ബുദ്ധിമുട്ടുകയായിരുന്നു. പ്രഷർ മുഴുവൻ നമ്മുടെ ബാറ്റർമാരുടെ തലയിലായിരുന്നു. പക്ഷേ റിച്ച വന്നതോടെ കളി മാറി. പ്രഷർ മുഴുവൻ ശ്രീലങ്കൻ ബൗളർമാരിലേക്ക് ഷിഫ്റ്റ്